ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നിർണായക വഴിത്തിരിവ്. മുഖ്യപ്രതി സുൽത്താൻ അക്ബർ അലിയെ ചെന്നൈയിൽ നിന്നും പിടികൂടി. കേസിൽ മുൻപ് അറസ്റ്റിലായ തസ്ലീമ സുൽത്താനയുടെ ഭർത്താവാണ് ഇയാൾ. കേസിന്റെ രണ്ടാം ഘട്ടത്തിൽ താരങ്ങളെയും ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് എക്സൈസ് സംഘം. കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലീമ സുൽത്താനെയും മണ്ണഞ്ചേരി സ്വദേശി ഫിറോസിനെയും അറസ്റ്റ് ചെയ്യുമ്പോൾ സുൽത്താൻ അലിയും കാറിൽ ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ ലഹരിക്കടത്തിൽ ബന്ധമില്ലെന്ന തസ്ലീമയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ വിട്ടയച്ചത്. എക്സൈസ് സംഘം നടത്തിയ രഹസ്യാന്വേഷണത്തിലാണ് വിദേശത്തു നിന്നും കഞ്ചാവ് എത്തിക്കുന്നതിലെ മുഖ്യ കണ്ണിയാണ് സുൽത്താൻ അലി എന്ന് കണ്ടെത്തിയത്. തുടർന്ന് ഇയാൾക്കായി വലവിരിച്ച അന്വേഷണ സംഘം 3 ദിവസം തമിഴ്നാട്ടിൽ തങ്ങുകയും സാഹസികമായി ഇയാളെ പിടികൂടുകയുമായിരുന്നു. ചെന്നൈയിൽ മൊബൈൽ ഷോപ്പിന്റെ മറവിൽ വിദേശത്തു നിന്നും ലഹരി വസ്തുക്കൾ എത്തിച്ചിരുന്ന അലി സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തിയതിന്റെ തെളിവും എക്സൈസിന് ലഭിച്ചു. മൊബൈൽ ഫോൺ പരിശോധനയിൽ കഞ്ചാവ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് നിരവധി പേർക്ക് ഇയാൾ സന്ദേശം അയച്ചിരിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. നാളെ ആലപ്പുഴയിൽ എത്തിക്കുന്ന പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യും. അതേസമയം കേസിന്റെ രണ്ടാം ഘട്ടത്തിൽ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി തുടങ്ങിയ താരങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തുവരുന്നതോടെ താരങ്ങൾക്ക് നോട്ടീസ് നൽകാനാണ് നീക്കം. തസ്ലീമ തന്നെ ബന്ധപ്പെട്ടിരുന്നതായി ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു. സിനിമാ മേഖലയിലെ മറ്റു താരങ്ങളും കേസിൽ എക്സൈസിന്റെ നിരീക്ഷണത്തിലാണ്. ലഹരിക്കടത്തിനപ്പുറം സിനിമാ രംഗത്തെ പെൺവാണിഭ സംഘങ്ങളുമായും തസ്ലീമയ്ക്കുള്ള ബന്ധവും അന്വേഷണ പരിധിയിലുണ്ട്. ന്യൂസ് മലയാളം, ആലപ്പുഴ.